പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഡോണറ്റാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റായ ഡോണറ്റ് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അരക്കിലോ മൈദയുടെ കണക്കാണ് പറയുന്നത്. അപ്പോൾ അരക്കിലോ മൈദ ഇട്ടു. കസ്റ്റേർഡ് പൗഡർ 50 ഗ്രാം മതി. ഒരു 7 ഗ്രാം ഈസ്റ്റ്, 100 ഗ്രാം പഞ്ചസാര, മിൽക്ക് പൗഡർ ഒരു 50 ഗ്രാം, മിൽക്ക് പൗഡർ ഒരു 50 ഗ്രാം ഇട്ടു. വാനില പൗഡർ ഒരു 15 ഗ്രാം ഇട്ടു. 250 വെള്ളം ഒഴിക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. അതിലേക്കൊരു 50 ഗ്രാം ബട്ടറും കൂടെ ചേർത്ത് നല്ലപോലെ ഇതുപോലെ ഈ അളവിൽ മിക്സ് ചെയ്തെടുക്കുക. നല്ല കുഴച്ച് സോഫ്റ്റാക്കി എടുക്കുക. ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഈ ഷേപ്പാക്കിയിട്ട് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. കുറച്ചും കൂടെ ഒന്ന് പൊങ്ങി വരും. കുറച്ചൊന്ന് വെള്ളം എടുത്തിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. മുകളിൽ ഡ്രൈ ആവാതിരിക്കാനാണ്. ഇതുപോലെ നോസിലെടുത്ത് സെൻട്രലായിട്ട് ഇതുപോലെ ഹോളിട്ട് കൊടുക്കുക. എല്ലായിടും ഒരുപോലെ വെന്ത് കിട്ടും. പാത്രം വെച്ച് അതിൽ എണ്ണ ഒഴിക്കുക. ഞാൻ വെളിച്ചെണ്ണ ആയിട്ട് എടുത്തിരിക്കുന്നത്. എന്നിട്ടിതുപോലെ ആദ്യം ഫ്ലെയിം കൂട്ടി വയ്ക്കുക. എന്നിട്ടൊന്ന് സിമ്മിലേക്ക് ആക്കിയിട്ട് സാവധാനം ഒന്ന് തിരിച്ച് മറിച്ചത് ഇതുപോലെ പൊടിയാതെ മറിച്ചിട്ട് കൊടുക്കുക. തീ ചൂട് കൂടുമ്പോൾ ഉള്ളു വെന്ത് കിട്ടില്ല, പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ സാവധാനം വേണം, സിമ്മിലേക്ക് ഇട്ടിട്ട് വേണം നമ്മൾ വേവിച്ചെടുക്കാൻ. നല്ലൊരു ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്കത് കോരിയെടുക്കാം. കോരിയെടുക്കാറായിട്ടോ. എണ്ണയൊക്കെ കളഞ്ഞ് ഇങ്ങനെ എടുക്കാം. അടുത്ത ട്രിപ്പ് ഇട്ട് കൊടുക്കാം. സൺഫ്ലവറും ഉപയോഗിക്കാം, വെളിച്ചെണ്ണയും പറ്റും. ഞാൻ വെളിച്ചെണ്ണ എടുത്തിരിക്കുന്നു. ഒന്നും ടേസ്റ്റ് നല്ലതായിരിക്കും. നല്ല പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ഡോണറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് മുക്കിയെടുക്കാം. ഡബിൾ ബോയിലിംഗ് ചെയ്തിട്ട് ഇതുപോലെ എടുക്കാം. ഇനി ചൂടാറണം. വൈറ്റും ഇതുപോലെ വൈറ്റ് ചോക്ലേറ്റ് ഇതുപോലെ മെൽറ്റ് ചെയ്ത് വെച്ചതാണ്. അതുപോലെ മുക്കിയെടുക്കാം. ചെറുതായിട്ടൊന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കാം. നല്ല സോഫ്റ്റ് ആയിരിക്കും. ഇത് കട്ട് ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റുമാണ്. ഈ ഡോണറ്റ് ഞാൻ 30 രൂപയ്ക്കാണ് കേട്ടോ സെയിൽ ചെയ്യണം. ഡോണറ്റൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഒന്ന് കട്ട് ചെയ്ത് കാണിക്കാം. ചൂടാറിയിട്ടില്ല, അതുകൊണ്ട് ചോക്ലേറ്റ് ഒന്നും കൂടെ ഒന്ന് ചൂടാറിയിട്ടില്ല കേട്ടോ. അതുകൊണ്ടാണ് ചോക്ലേറ്റ് മെൽറ്റായിരിക്കുന്നത്. നല്ല സോഫ്റ്റായ ഡോണറ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ഉള്ളൊക്കെ നല്ല സ്പോഞ്ച്, നല്ല ടേസ്റ്റും ഉണ്ട്. ഉള്ളൊക്കെ നല്ലപോലെ വെന്തിട്ട് നല്ല രീതിക്ക് കിട്ടിയിട്ടുണ്ട്.